2 ദിവസമായിട്ട് ഞാൻ രേണുവിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വിശേഷം കിട്ടിയിരുന്നില്ല. പക്ഷേ ഇന്നലെ കുറച്ച് വിശേഷങ്ങൾ കിട്ടി. അത് നിങ്ങളായിരുന്നു പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. രേണുവിന് ക്യാൻസർ ഇല്ല. രേണുവിന് ഒരുപാട് മോശമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്ത ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നിയമ നടപടികൾ തുടരും. അതിനൊരു താക്കീത് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഈ രേണു എന്ന് പറയുന്നത് ദുബായിലോ ലണ്ടനിലോ അമേരിക്കയിലോ ഒന്നും അല്ലല്ലോ. നിങ്ങളൊന്ന് പോയി ഒന്ന് നിങ്ങൾക്ക് കാണുക. നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുക. അവിടെ ചെന്ന് രേണുവിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് ക്യാൻസർ ഇല്ല, ക്യാൻസറുകാരുടെ മരുന്ന് വ്യാജമാണ്, എല്ലാം AI ആയിട്ട് ഉണ്ടാക്കിയതാണ്. എന്തിനാ അതിൻ്റെ ആവശ്യം രേണുവിനിപ്പോൾ അങ്ങനെ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ വളർത്തേണ്ട കാര്യമില്ല, 10 രൂപ കിട്ടേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രേണു സെലിബ്രിറ്റിയാണ്, ഒരു ബിഗ് ബോസ് താരമാണ്. വലിയ ബിഗ് ബോസ് യൂട്യൂബർക്കും അവരും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ വൈറലാണ് എല്ലാ വീഡിയോകളും. അപ്പോൾ തന്നെ ലക്ഷങ്ങൾ കിട്ടില്ലേ. പിന്നെ എന്തിനാണ് ഈ ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് ഒരാൾക്കാരെ പ്രേക്ഷകരെ പറ്റിക്കാനായിട്ട്? രേണു സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യം. ഇപ്പോൾ 2ാമത്തെ കീമോ കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നില്ല. ഇപ്പോൾ പോയി കണ്ടവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ദയനീയമാണ്. ഈ കുട്ടീനെ എങ്ങനെ ഒരു 6 കീമോ വേണം, അതിലിപ്പോൾ 2 കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ളത് എങ്ങനെ തരണം ചെയ്യുന്ന നമുക്ക് ഒരു പിടുത്തമില്ല. അത് കഴിഞ്ഞിട്ട് സർജറി ഉണ്ട്. ഇപ്പം തന്നെ ആൾക്കാർ പറയണമെന്ന് വെച്ചിട്ട് ഊതി കഴിഞ്ഞാൽ പറന്നു പോകുന്ന പറയുന്നത്. അങ്ങനെ കിടക്കുന്നത് ഒരു അസ്ഥിക്കൂടായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ആ ഒരു കുട്ടീനെ നിങ്ങളിങ്ങനെ അപമാനിക്കരുത്, അത്രയധികം വിഷമിപ്പിക്കരുത്. നമ്മൾ ദുഃഖിക്കും തോറും നമ്മുടെ രോഗം ഇരട്ടിക്കുന്ന പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഈ രേണുവിൻ്റെ മകനെ രേണുവിൽ നിന്ന് അകറ്റിയത് ഈ യൂട്യൂബേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരോട് തന്നെ നമ്മൾ പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഉപദ്രവിക്കാണ്ടിരിക്കുക. ആ അച്ഛൻ പറയണ നോക്കുക, ആ ബിഷപ്പ് പറയണ നോക്ക്. അദ്ദേഹം ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വന്ന് നുണ പറയാൻ നിൽക്കുമോ? അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ ഒരു ദിവസം ദൈവത്തിന് വിളിക്കുന്നത് എന്തെങ്കിലും അപകടം വരുമ്പോൾ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി വിളിക്കുന്നത്. അവർ 24 മണിക്കൂറും ദൈവത്തിന് വിളിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിനെ പോലും കരിവാരി തേക്കുക ചെയ്യുന്നത്. അയാൾ ഇത് തെറ്റ് ചെയ്തിട്ട് എനിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പറയാൻ തോന്നും. ശരിക്കും ഒരു സൂര്യ തേജസ് പോലെയല്ലേ അദ്ദേഹത്തിൻ്റെ മുഖം. എന്ത് ഐശ്വര്യം നോക്കി, എന്ത് ചൈതന്യം നോക്കി അദ്ദേഹത്തിൻ്റെ മുഖത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ കുടുംബത്തോട് എത്ര സ്നേഹം കാണിച്ച് ആ കുടുംബം രക്ഷപ്പെടണം, ആ കുട്ടികളുണ്ട് അവരെയൊക്കെ സംരക്ഷിക്കണം എന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാകുന്നത്. അത് രേണുവിന് മാത്രമല്ല, ആ ബിഷപ്പിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അവരെ പോലും നിങ്ങൾ ഈ വളരെ മോശമായിട്ടാണ് നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒന്നും അങ്ങനെ വയ്ക്കാൻ പാടില്ല. അദ്ദേഹം ഒരു ബിഷപ്പാണ്, ആദരിക്കുന്ന ഒരാളാണ് സമൂഹത്തിൽ. അങ്ങനെ ഫോട്ടോ വെച്ച് അവരൊന്നും അങ്ങനെ ചെയ്യാനോ പറയാനോ പാടില്ല. അതിനുള്ളതൊക്കെ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിച്ചോളൂ. നമ്മൾക്ക് അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് പറയാത്ത കാര്യമുള്ളൂ. ആ രേണുവിന് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് പറയാം, നീ കണ്ട് തള്ളി കൊടുക്കടാ, നീ കണ്ട് കിട്ടുന്ന കാശൊക്കെ കൊണ്ട് കൊടുക്കടാ, നീക്ക് എന്താണ്ടാ കഴപ്പെന്നൊക്കെ പറഞ്ഞ് കുറേ മോശം കമൻറ്റുകൾ വരുന്നുണ്ട്. നമ്മളതിനൊന്നും ചെവി വയ്ക്കാൻ പോകുന്നില്ല. കാരണം എന്താ, നിങ്ങളെ നന്നാക്കാൻ ആർക്കും പറ്റില്ല, ദൈവത്തിന് പോലും പറ്റില്ല. പിന്നെ ഞാൻ രേണുവിന് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് 10, 100, 1000, 500 കൊടുക്കണമല്ല വലിയ കാര്യം. ആ ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഒന്നൊരു വഴിപാട് ചെയ്യുക. അതിനേക്കാളും വലുതൊന്നല്ല പണമൊക്കെ വെച്ചോടത്തിരിക്കും. വെറും കടലാസ് മാത്രമാണ് അതൊക്കെ. അതിനേക്കാളും വലുതാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നത്. യേശു പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരു 10-30 കൊല്ലം കൂടിയാണ് ഈ ഭൂമി ഉണ്ടാവുള്ളൂ. അതോടുകൂടി ഈ ഭൂമി കംപ്ലീറ്റ് ലോകം മുഴുവൻ അവസാനിക്കാൻ പോകുന്നു. ഇനി കൂടി വന്നൊരു 10-30 കൊല്ലം, അപ്പോഴേക്കൊക്കെ നമ്മളൊക്കെ മണ്ണിൻ്റെ അടിയിലാവും. 10-30 കൊല്ലം കൂടി ഉണ്ട്. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ അവിടെ ആർക്കും നേരമില്ല. യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ അടുത്തടുത്തടുത്ത് വരണം. ചൂട് കൂടി ആദ്യമൊക്കെ ഗൾഫിലാടുന്ന ചൂട്, പിന്നെ ചെന്നൈയിലാടുന്ന ചൂട്, ഇപ്പോൾ അവിടത്തേക്കാളും ചൂടായി കേരളത്തിൽ. ഇതുപോലെ ലോകം മുഴുവൻ ചൂട് കൂടി എന്തുണ്ടാവും? ഇവിടെയുള്ള സകല വെള്ളങ്ങളും വറ്റി പോകും.
വെള്ളം എന്ന് പറയുന്നത് ഉണ്ടാവില്ല, മഴ എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അങ്ങനെ അതുപോലെ ആക്കി മനുഷ്യർ തന്നെ ഈ ഭൂമിനെ നശിപ്പിച്ചു. അത്രയധികം പൊല്യൂഷനായിട്ട് കിടക്കുന്ന ലോകമാണ് എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് ഇനി സർവേ ചെയ്യാനായിട്ട് ഭൂമിക്ക് കഴിയില്ല. 19 കൊല്ലത്തിനോട് കൂടി എല്ലാം അവസാനിക്കും. ഈ ഇതൊക്കെ അവസാനിച്ച് ഇനി ഒരു 2000 കൊല്ലോ 3000 കൊല്ലോ കഴിയുമ്പോൾ ഈ ഭൂമിയിൽ വീണ്ടും ഇതുപോലെ തന്നെ മനുഷ്യർ വരും, ഇതുപോലെ വലിയ വലിയ ബിസിനസ്സുകൾ വരും, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരും, തുടക്കും. അതുവരെ ഈ ഭൂമി വെറും തരിശായിട്ട് ചന്ദ്രനിൽ കിടക്കണ പോലെ കിടക്കും. നിങ്ങൾ ആലോചിച്ചോ, ഒരു 10-30 കൊല്ലത്തിനുള്ളിൽ ഭൂമി അവസാനിക്കാൻ പോവുക. അപ്പോൾ നമ്മളൊക്കെ ചെന്ന് കിടക്കേണ്ടത് മണ്ണിലാണ്. നമ്മളൊക്കെ മനുഷ്യന് വേണ്ടത് കരുണയാണ്. അത്യാവശ്യം കരുണ അസുഖമുള്ളവരോടും അതുപോലെ തന്നെ അനുകമ്പ കാണിക്കുക. ഭക്ഷണം കഴിക്കാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, ഒരു ചായയെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. ജോലി ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ആൾക്കാർ പിച്ചയാതിക്കാൻ നടക്കാനെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കുക. അതുപോലെ തന്നെ രേണു ഇപ്പോൾ എൻ്റെ ചേച്ചിയപ്പോൾ പറയണത് എന്താണ്, രേണുവിന് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സഹായിക്കാനൊന്നും പറയണില്ല, ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി എന്നവർ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ വീഡിയോ നീണ്ടു പോകുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം. അതുപോലെ തന്നെ നന്ദി, നമസ്കാരം.